സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തേ തേടുന്നു മുല്ലമുളങ്കുഴലിൽ പിന്നെയും ചാഞ്ചാടും ചെല്ലമഴത്തുള്ളിയേ മംഗളം മൊഴിഞ്ഞ മാത്രയിൽ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂപൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തേ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ എന്റെ മോളും ഗോവുന്നനും വന്നപ്പോഴാ ഈ വീടിനൊരു ജീവൻ വെച്ചത്. എന്നിട്ടിപ്പോ ഞങ്ങളെയൊക്കെ പിരിഞ്ഞു പോവുക. മോളെ, എങ്ങനെയാ മോളെ നിനക്ക് മനസ്സ് വന്നത് ഇങ്ങനെ പറയാൻ? ഈ അമ്മായിയെ നീ അത്രയ്ക്ക് കരുതിയിട്ടുള്ളൂ? അമ്മായി തടയാൻ ഞാൻ ആരാ? അല്ലേ? ആയിക്കോ, ഇഷ്ടം പോലെ ആയിക്കോ. നീയും ഗോവുന്നനും ഇവിടുന്ന് പോയാ അന്ന് ഞാനും അവസാനിപ്പിക്കും എന്റെ ജീവിതം. അമ്മായി അരുതമ്മായി, അങ്ങനെയൊന്നും പറയരുത്. ഞങ്ങൾ പോകുന്നില്ല. അമ്മായി പിരിഞ്ഞ് ഞങ്ങൾ എവിടെയും പോകുന്നില്ല. അമ്മായിയുടെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പോവാനാവില്ല. മോളെ, എന്റെ പൊന്നു മോളെ. അമ്മായി അമ്മായി ഒറ്റയ്ക്ക് ഇങ്ങനെ പാടുപെടുന്നത് കാണുമ്പോ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. ഒരു ജോലി കിട്ടുന്നവരെ ഞാനും സഹായിക്കാം അമ്മായി. എനിക്കും പഠിപ്പിച്ചു തരോ ഈ അരിമുറുക്കും കൊണ്ടാട്ടുണ്ടാക്കുന്ന എങ്ങനെയാന്ന്? അമ്മായിക്ക് അതൊരു സഹായാവൂല്ലോ. ഈ കൈ കൊണ്ട് എന്റെ കുട്ടിയെ ഞാൻ അരിമുറുക്കും കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കിക്ക? വേണ്ട വേണ്ട, ആ വക പണിയൊന്നും
എന്റെ സുന്ദരി കുട്ടിയെ കൊണ്ട് അമ്മായി ചെയ്യിപ്പിക്കില്ല. എത്രയും വേഗം എന്റെ മോക്ക് നല്ല ഒരു ജോലി കിട്ടട്ടെ, അതാ അമ്മായിയുടെ പ്രാർത്ഥന. മതി, ആ പ്രാർത്ഥന മതി. എനിക്ക് ഉറപ്പായിട്ടും കിട്ടും നല്ല അസലൊരു ജോലി. തീർച്ചയായിട്ടും കിട്ടും. അല്ല, ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞാ മതിയോ? കാശ് കൊടുക്കാനുള്ളവരുടെ ലിസ്റ്റൊക്കെ ഉണ്ടാക്കണ്ടേ? ഉം. വാ. ശരിയാ. 1 2 3 4. ഈ അമ്മായി കൊണ്ട് തോറ്റു. എത്ര പ്രാവശ്യമായി ഈ എണ്ണി തന്നെ എണ്ണിക്കൊണ്ടിരിക്കുന്നേ? ഇങ്ങോട്ട് തന്നെ. ഇത്രയും കാശ് ആദ്യമായിട്ടല്ലേ ഒരുമിച്ച് അമ്മായി കാണുന്നത്, അതുകൊണ്ട് ആകെ തെറ്റുന്നത്. ദേ, അനന്തന് കൊടുക്കാനുള്ളത് പലിശയടക്കം. ആ, ഇത് പലചരക്കടയിലേക്കുള്ളത്. ശരി. ഇനി ആർക്കുള്ളത്? കഴിഞ്ഞ ഓണത്തിന് വാങ്ങിച്ച തുണിയുടെ പൈസ 1500 രൂപ ആ ചെട്ടിയാർക്ക് കൊടുക്കാനുണ്ട്. പാവം 5-6 തവണയായിട്ട് വരുന്നു, വെറും കൈയോടുകൂടിയാ മടങ്ങുന്നു. ഇപ്പൊ അതുമായില്ലേ? ആ, ഇനിയുള്ളത് ചില്ലറ കടങ്ങളാ, 10-100 ആയിട്ട് പലർക്കും. അത് പിന്നെ ഞാൻ ഓരോരുത്തരെ കാണുമ്പോ കൊടുത്തോളാം. ദാ, പൈസ ഒരുമിച്ച് കയ്യിൽ കൊണ്ടുപോകുമ്പോ പോവാതെ നോക്കിക്കൊള്ളണം. ഒന്നും പോവില്ല. അത്യാവശ്യം വരുമ്പം 1 രൂപയില്ലാതെ കഷ്ടപ്പെട്ടിട്ടുള്ളവളാ ഞാൻ. അത് എനിക്കും ദൈവത്തിനും മാത്രമേ അറിയാവൂ. മോളിത് എങ്ങനെ ഉണ്ടാക്കിയെന്നും അമ്മായിക്ക് നന്നായിട്ട് അറിയാം. ഒന്ന് പോടി അവിടുന്ന്. പോടി. ഗോപേട്ടനെ മാസാമാസം കാശ് അയച്ചു തന്നില്ലേ കാണായിരുന്നു. നിന്റെയൊക്കെ പഠിത്തവും 3 നേരമുള്ള തീറ്റയൊക്കെ. അല്ല, തുടങ്ങിയോ പിന്നെ രണ്ടുപേരും കൂടി? അല്ല ചേച്ചി, എങ്ങനെ ദേഷ്യം വരാതിരിക്കാം? എന്റെ ഗോപേട്ടനെ ഈ കുടുംബത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്ന് അവള് പറയുന്നേ. അമ്മയ്ക്ക് അറിയാലോ ഗോപേട്ടൻ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടത്. പിന്നെ അമ്മയ്ക്ക് അറിയാവുന്ന പോലെ വേറെ ആർക്കറിയാം? അവൻ ഇവിടെ ഒന്ന് മല മറിക്കായിരുന്നില്ലേ? അങ്ങനെ പറ. ഇന്ദു, നന്ദിനി കൊച്ചുകുട്ടിയല്ലേ, ഇന്ദു അത് കാര്യാക്കണ്ട. ഗോപേട്ടൻ അസലായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ കുടുംബത്തിന് വേണ്ടി. എനിക്ക് അത് കേട്ടാ മതി. ഹായ്, നല്ല അസലായിട്ടുണ്ടല്ലോ ഇതിന്റെ പണി. ഇത് എവിടെ നിന്ന് എടുത്തതാ? ഇത് എടുത്തതല്ല, പറഞ്ഞുണ്ടാക്കിച്ചതാ. ഇത് നല്ല അസല് ഡിസൈൻ ആണല്ലോ. ചേച്ചിക്ക് എന്നെ ഇഷ്ടാണോ? ഇഷ്ടമാണോന്നോ? നീ എന്റെ സ്വന്തം അനിയത്തിയല്ലേ? അത്രക്ക് ഇഷ്ട? ഒരു കാര്യം ചോദിച്ചു തരുമോ? ഇന്ദുവിന് എന്ത് വേണേലും ഈ ചേച്ചിയോട് ചോദിക്കാം. എന്നാ ഇതിന്നൊരു വള എനിക്ക് തരുമോ? എനിക്ക് വലിയ ഇഷ്ടായി. ഹായ് ഹായ്. എന്താ എന്ത് ഇത്? അതൊന്നും വേണ്ട. അവൾക്ക് മോഹമായിട്ടല്ലേ അമ്മായി? വെറുതെ അവളുടെ ആട്ടത്തിനൊന്നും നീ തുള്ളാൻ നിൽക്കണ്ട. എല്ലാരും കൂടെ ഇതിനെങ്ങനെ പിഴിയാൻ തന്നെയാണോ ഭാവം? എന്ത് ചേർച്ച എന്റെ കൈക്ക് ഈ വള. ഇനി ഇതും കൂടെ വല്ലയിടത്തും കൊണ്ടു കളയരുതേ. പിന്നെ കളയാൻ എനിക്ക് പ്രാന്തല്ലേ? ഈ അമ്മ ഒരു പൊട്ടിയാ ഇല്ല ചേച്ചി? പോയി പോയി ഇപ്പൊ എന്നെ പൊട്ടിയാക്കി. എനിക്കിഷ്ടായി എന്റെ പൊന്നു ചേച്ചി. പകൽ അന്തിയോളം പാടുപെടുന്ന എനിക്ക് എന്റെ പ്രാരാബ്ദങ്ങൾക്ക് അറുതി വരുത്താൻ നീ കനിഞ്ഞ് അനുഗ്രഹിച്ച ഒരു കൈവിളക്ക എന്റെ വേണിമോള്. ഇനിയെങ്കിലും എന്റെ കുട്ടികൾക്ക് ഒരു കഷ്ടപ്പാടും ഉണ്ടാവരുതേ. എന്റെ വിഘ്നേശ്വരൻ.
അനന്ത ആ അല്ല ഇതാരമ്മായിയോ? ക്ഷീണിച്ച് വരുമല്ലേ? വേണമെങ്കിൽ ഒരു സോഡ കുടിക്ക്. നിന്റെ പച്ചവെള്ളം പോലും എനിക്ക് വേണ്ട. അവന്റെ ഒരു അമ്മായി സ്നേഹം. ഞാൻ അങ്ങനെ അമ്മായി സ്നേഹിച്ചാൽ അങ്ങ് നക്കി കൊല്ലും, പെണങ്ങി ഞാൻ ഞെക്കി കൊല്ലും. എന്തിനാ ഇനി കൊല്ലുന്നത്? അല്ലാതെ തന്നെ കൊല്ലാക്കൊല ചെയ്യുന്നുണ്ടല്ലോ. ഇതോടെ തീരണം നമ്മൾ തമ്മിലുള്ള ബന്ധം. നയാ പൈസ കുറയാതെ ഇപ്പൊ തീർത്തേക്കാം നിനക്കുള്ള മുതലും പലിശയും. ഇത്ര പെട്ടെന്ന് എന്റെ മുതലും പലിശയും തീർക്കാൻ തള്ളയ്ക്ക് എന്താ നിധി വല്ലതും കിട്ടിയോ? ഭാരിച്ച കാര്യങ്ങളൊന്നും നീ അന്വേഷിക്കണ്ട. നിനക്ക് നിന്റെ മുതലും പലിശയും കിട്ടിയാ പോരെ. ഇന്ന ദാ എവിടെന്നോ ഒരുപാട് കാശ് കിട്ടിയ മാട്ടുണ്ടല്ലോ. എന്താ നിനക്ക് മാത്രമേ കാശും പണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ? ഇന്നലെ വരെ കാശിന് ഗതിയില്ലാത്തോണ്ടാ നിന്റെയൊക്കെ മുമ്പിൽ തല ഉനിക്കേണ്ടി വന്നത്. ഇനി എന്തായാലും ആ ഗതികേടി വരില്ല. ദാ കണ്ടോ, നിന്റെ കടം മാത്രമല്ല സകലരുടെയും കടം ഇന്ന് വീട്ടും ഈ ശ്രീദേവി അമ്മ. ഓഹോ, 4 കാശ് കയ്യിൽ വന്നപ്പോഴേക്കും തള്ളയ്ക്ക് നെകളിപ്പ് തുടങ്ങിയല്ലോ. എന്നാ അതിപ്പോ തന്നെ കാണിച്ചു തരാം. അയ്യോ ആനന്ദ, വിട്. എന്റെ കാശ്, ഇത് തള്ളേ, പൈസ, നിങ്ങൾ മഹാഭാവി. കടം വീട്ടുന്നത് അയ്യോ, ഞാനൊന്ന് ഒന്നും കാണട്ടെ. ചെയ്യല്ലേ. വിട്, ഇന്നത്തോടെ വിട്. നിങ്ങളുടെ അഹങ്കാരം എന്റെ ഞാൻ പൈസ. തീർത്തു തരാം. അയ്യോ, ദൈവമേ. അയ്യോ ആനന്ദ, ഒന്ന് പോകല്ലേ. ആനന്ദ, മഹാഭാവി. അയ്യോ എന്റെ പൈസ. അയ്യോ ആനന്ദ, കൊണ്ടുപോകല്ലേ, കൊണ്ടുപോകല്ലേ. എന്റെ പൈസ കൊണ്ടുപോകരുത്. അയ്യോ എന്റെ ദൈവമേ. ആനന്ദ, ആനന്ദ. അയ്യോ മഹാഭാവി, എന്റെ പൈസ. അയ്യോ എന്റെ ദൈവമേ, എന്റെ പൈസ. അയ്യോ എന്റെ ഈശ്വര. അയ്യോ അയ്യോ പൈസ പോയി. മഹാഭാവി. അയ്യോ എന്റെ ഈശ്വര, അവന്റെ തലയിൽ ഇടിത്തി വീഴും. എന്റെ പൈസ അവൻ കൊണ്ടുപോയി. എന്റെ ഭഗവാനെ. അയ്യോ ഈശ്വരാ, ഞാൻ ഇനി എന്ത് ചെയ്യും? എന്താ എന്തു പറ്റി ശ്രീദേവിയമ്മേ? മോനെ പോയി, മോനെ എല്ലാം പോയി. ഞാൻ കടം വീട്ടാൻ വെച്ചിരുന്ന പൈസ മുഴുവനും ആ മഹാഭാവി ആനന്ദൻ അവൻ എടുത്തോണ്ട് പോയി. പലവ്യഞ്ജന കടയിലും മറ്റും കൊടുക്കാൻ വെച്ചിരുന്ന പൈസയാ. എന്നാലും എന്റെ വിഘ്നേശ്വരൻ എന്നോട് ഈ ചതി ചെയ്തല്ലോ. ഈശ്വരാ. അമ്മ വിഷമിക്കാതിരിക്കെ, എല്ലാത്തിനും നമുക്ക് വഴിയുണ്ടാക്കാം. ഞാനല്ലേ പറയുന്നത്, എല്ലാത്തിനും വഴിയുണ്ടാക്കാം. വാ വാ അമ്മേ. മോനെ, ഞാൻ കടം വീട്ടാൻ വെച്ചിരുന്ന പൈസയാ മോനെ. ദാ, 24 മണിക്കൂറും ഈ കസേരയിൽ ഇരുന്നിരുന്ന് എന്റെ അച്ഛനിപ്പോ ഭയങ്കര മടിയനായി മാറിയിരിക്കുക. ഇനി ഇങ്ങനെ ഇരിക്കല്ലാതെ എന്നെ കൊണ്ട് വേറെന്തിനു കൊള്ളും? പണിയെടുക്കണോന്നല്ല ഞാൻ പറഞ്ഞത്. ഡോക്ടർ പറഞ്ഞതൊക്കെ മറന്നു അച്ഛൻ. എപ്പോഴിങ്ങനെ കുത്തിയിരിക്കാതെ ഇടയ്ക്കൊന്നിറങ്ങി നടന്നൂടെ അച്ഛന്? ദിവസവും രാവിലെ 1 മണിക്കൂറെങ്കിലും നടക്കണോന്ന് ഡോക്ടർ പറഞ്ഞതാ. എന്നിട്ട് അച്ഛനൊരു കൂസലുണ്ടോ? ആ മതി, ചായ ഒടിച്ചതൊക്കെ മതി എനിക്ക്. എനിക്ക് എണീറ്റേ. ഈ പെണ്ണിനെ കൊണ്ട് തോറ്റു. ഒരിടത്തൊന്നും ഇരിക്കാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാ അങ്ങനെ പെരുന്ന് സൂയിക്കണ്ട. നമുക്കേ ഈ മുറ്റത്തൊക്കെ ഇറങ്ങി അങ്ങ് നടക്കാം. കടങ്ങളൊക്കെ തീർക്കാൻ പോയിട്ട് നിന്റെ അമ്മായിയെ കാണുന്നില്ലല്ലോ. ഒരു 100 സ്ഥലത്ത് കൊടുക്കാനുണ്ടാവും. പാവം, കടങ്ങൾ വീട്ടിയെ തന്നെ പകുതി ആശ്വാസമാവും അമ്മായിക്ക്. എന്നിട്ടെന്താ,
ബുദ്ധിമുട്ട് വരുമ്പോ പിന്നെയും വാങ്ങിക്കൂട്ടല്ലേ. ഈ മുറുക്കും കൊണ്ടാട്ടവും കൊണ്ടുനടന്ന് വിറ്റിട്ട് എന്ത് കിട്ടാനാ? വേറെ വരുമാനമൊന്നുമില്ലല്ലോ. എനിക്ക് നല്ലൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ അമ്മായിക്ക് വലിയൊരു സഹായമായേനെ. ഇറങ്ങി വാ, പതുക്കെ. എന്താ പുള്ളേ, എന്താ പറ്റിയേ? എന്താ അമ്മായി? എന്താ ഉണ്ടായത്? എന്താ അമ്മായി? പോയി മോളെ, എല്ലാം പോയി. ഞാൻ കടം തീർക്കാൻ വെച്ചിരുന്ന പൈസ മുഴുവൻ ആ മഹാഭാവി പിടിച്ചു പറിച്ചോണ്ട് പോയി. ആര്? ആനന്ദൻ. എല്ലാം പോയി. അനന്തൻ. ഞാൻ കണ്ടപ്പോഴേ വഴിയിലിരുന്ന് കരയായിരുന്നു. അപ്പോഴാ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. പാവം മോനെ, ഈ മോളുടെ സ്വർണം വിറ്റ പൈസ ആ മഹാഭാവി എന്റെ കയ്യിൽ തട്ടിപ്പറിച്ചോണ്ട് പോയത്. ഒപ്പോള് കരയാതിരിക്കെ. നഷ്ടങ്ങളല്ലേ നമുക്കൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. ഇതും അങ്ങനെയെന്ന് കരുതി സമാധാനിക്കാം. ഇതങ്ങനെ സമാധാനിക്കാൻ പറ്റില്ല അച്ഛാ. നമ്മള് വന്ന അന്ന് എന്നെ അച്ഛൻ കണ്ടില്ലേ? നന്ദിനിയുടെ മാല വലിച്ചു പൊട്ടിച്ചുകൊണ്ട് അവൻ പോയത്. ഇപ്പൊ അമ്മായിയുടെ കയ്യിൽ നിന്ന് പണവും. ഇതങ്ങനെ വിട്ട പറ്റില്ല. അവൻ എത്ര വലിയ കൊലകൊമ്പനായാലും അവനൊരു പാഠം പഠിപ്പിച്ചേ പറ്റൂ. ഈ നാട്ടില് ചുണിയുള്ള ആണുങ്ങളില്ലാത്തോണ്ടാ അവൻ ഈ തെമ്മാടിത്തരൊക്കെ കാണിക്കുന്നത്. ആണുങ്ങളെ അത്രയ്ക്ക് അടച്ചാക്ഷേപിക്കരുത്. ഒന്നും ചെയ്യാൻ കഴിയാത്തോണ്ടല്ല, അവനെപ്പോലെ തരം താഴാൻ വയ്യാത്തോണ്ടാ. നിങ്ങളെ പോലുള്ളവർ അങ്ങനെയൊക്കെ കരുതുന്നോണ്ടാ അവനെ തിണ്ണമിടുക്കൊക്കെ കാണിക്കുന്നത്. നിങ്ങൾക്കാർക്കും വയ്യെങ്കിലേ ഞാൻ കാണിച്ചു തരാം അവൻ എന്താ ചെയ്യേണ്ടെന്ന്. ഇങ്ങനെയുണ്ടോ ഒരു അനന്തൻ? ഒന്ന് കാണണമല്ലോ എനിക്ക്. വേണ്ട മോളെ, നീ അതിനൊന്നും പോണ്ട. അമ്മായി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അവൻ അത്ര വലിയ ഹുങ്കാണെങ്കിലേ അതൊന്നും എനിക്ക് കാണണം. മോളെ, നീ വെറുതെ ആവശ്യമില്ലാത്തിനൊന്നും പോണ്ട. അവനെ കണ്ടാ അറിയാം ആളൊരു റൗഡിയാണെന്ന്. അച്ഛനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നിങ്ങളൊക്കെ ഇങ്ങനെ പേടിച്ചിട്ടാ അവൻ ഇങ്ങനെ ഒരു ധിക്കാരം. അവനൊന്ന് കാണണമല്ലോ എനിക്ക്. വേണ്ട, നിങ്ങൾക്കറിയില്ല അവനെ. ഒന്നിനും മടിക്കാത്തവനാ. പോയിട്ട് വെറുതെ വഴക്കിന് നിൽക്കണ്ട. തടയാൻ നിങ്ങളാരാ? ഞാൻ വെറുമൊരു മാഷാണേ, ഈ കൊച്ചുകുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്ന. എന്നാ ആ പഠിപ്പിക്കലൊക്കെ കുട്ടികളോട് മതി, എന്നോട് വേണ്ട. വേണി, വീട്ടിൽ വന്ന് കയറിയവരോട് ഇങ്ങനെ സംസാരിക്ക? നീ എന്താ മോളെ ഇങ്ങനെ? അച്ഛൻ അറിഞ്ഞൂടെ നമ്മളാ പണം ഉണ്ടാക്കാൻ എത്ര കഷ്ടപ്പെട്ടു എന്ന്? അറിയാം. അതിന് ദേഹത്തോട് തട്ടിക്കയറിയിട്ട് എന്തിനാ? സോറി മാഷേ. ഹേയ്, ഞാനൊന്നും കാര്യമാക്കിയിട്ടില്ല. പെട്ടെന്ന് എടുത്തിയാടി പ്രശ്നം കൂടുതൽ വഷളാക്കണ്ടെന്ന് കരുതിയാ ഞാനങ്ങനെ പറഞ്ഞത്. ഇന്നാട്ടില് നിയമമൊക്കെ ഉണ്ടല്ലോ, നമുക്ക് സാവകാശം ആ വഴിക്ക് നീങ്ങാം. ആരെന്തൊക്കെ പറഞ്ഞാലും അവനെ ഞാൻ വെറുതെ വിടില്ല. മോളെ, ഹരിമാഷ് പറയുന്നത് ശരിയാണ്. നീ ഒന്ന് സമാധാനായിട്ടിരിക്കെ. വെറുതെ വഴക്കിനൊന്നും പോണ്ട. ഇക്കാര്യത്തിൽ ആരെന്ത് പറഞ്ഞാലും ഞാൻ വകവെക്കില്ല. എനിക്കവനെ കണ്ടേ പറ്റൂ. എന്റെ അമ്മായിക്ക് പണം പലിശ കൊടുക്കുന്നത് തന്നെ എനിക്കിഷ്ടം. മുതലും പലിശയും പലിശയുടെ പലിശയും കൂട്ടുപലിശയും ഒക്കെ ചേർത്ത് ഒറ്റയടിക്കല്ലേ കയ്യിലേക്ക് വരുന്നേ. അനന്തേട്ടനെ മുട്ടിയ കൈക്ക് ഈടാക്കാൻ അമ്മായിയുടെ അവിടെ വേറെയും ചിലരുണ്ടല്ലോ, അല്ലേ അരവിന്ദ? ആനന്ദേട്ടൻ ആള് ഭാഗ്യം ചെയ്തവനാ. അമ്മായിയുടെ 2 പെമ്മക്കൾക്ക് പുറമെ ഇപ്പം വേറൊരുത്തി കൂടെ വന്നിട്ടുണ്ടല്ലോ. എന്തായാലും ഉള്ളത് 3 വെറൈറ്റിയാ. അതേടാ, 3 വെറൈറ്റി തന്നെയാ. എന്താ നിന്റെയൊക്കെ വിചാരം? നീ ആരാ? പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന നിന്നെയൊക്കെ ഉണ്ടല്ലോ. തൊടില്ല നീ എന്നെ. തൊട്ടാ നിനക്ക് പൊള്ളും. ഇതിന്ദുവോ നന്ദിനിയോ ശ്രീദേവി അമ്മയോ ഒന്നുമല്ല, വേണിയാ, കൃഷ്ണവേണി. ഒരു കൃഷ്ണവേണി. നാദാപുര അങ്ങാടി വിറപ്പിച്ച ഉണ്ണിയാർച്ചൊന്നും അല്ലല്ലോ നീയെ. കൊമ്പും പമ്പത്തരോ നീ അനന്തനോട് വേണ്ട. വല്ലാതെ കളിച്ചാലേ
നാട് മുഴുവൻ നിരത്ത് ഞാൻ നിന്റെ ആ പഴയ നാറ്റക്കേസുകള്, നിന്റെ കല്യാണം മുടങ്ങിയതും കൂട്ടുകാരി ഒരുത്തി കെട്ടിത്തൂങ്ങി ചത്തതൊക്കെ ഈ അങ്ങാടി മൊത്തം വിളമ്പണോ ഞാൻ? നിന്റെ നല്ല പിള്ള ചമയലങ്ങ് അമ്മായിയുടെ അടുത്ത് മക്കളുടെ അടുത്ത് മതി, ഈ അനന്തന്റെ അടുത്ത് വേണ്ട. ഇതൊക്കെ അങ്ങ് കേൾക്കുമ്പോഴേ നടുങ്ങി വിറച്ച് ഞാനങ്ങ് തേങ്ങൂന്ന് കരുതിയോ? പറയടാ, നാട് മൊത്തം നടന്ന് പറ. വിലപ്പെട്ട ഒരു ജീവിതം വേണ്ടാന്ന് വച്ചവളാ ഞാൻ. ഇനി എനിക്കൊന്നും തിരിഞ്ഞു നോക്കാനില്ല. എന്ത് നേരിടാൻ ഒരുങ്ങിയിട്ടാ എന്റെ ഇങ്ങോട്ടുള്ള വരവ്. പാവം പിടിച്ച കുറെ പെണ്ണുങ്ങളോട് നീ കാണിക്കുന്ന ഈ നാലാംകിട ചെറ്റത്തരമുണ്ടല്ലോ, അത് ഈ കൃഷ്ണവേണിയുടെ അടുത്ത് വേണ്ട. നിർത്തടി. അവളുടെ ഒരു ചെലക്കല് വല്ലാണ്ട് കൊമ്പത്ത് കേറിയാലുണ്ടല്ലോ ഒടിച്ചു മടക്കും ഞാൻ. അയ്യോ! ഛേ, നിന്നെയൊക്കെ തൊട്ടാലേ എന്റെ കയ്യ നാറ. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇപ്പൊ കയ്യെ ഓങ്ങിയിട്ടുള്ളൂ. ഇനി എന്റെ അമ്മായിയും മക്കളെയും വരട്ടാനായി അങ്ങോട്ടെങ്ങാനും വന്നാലുണ്ടല്ലോ, ആ പാവ സ്ത്രീയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച പണം ഉണ്ടല്ലോ, അത് നീ അവിടെ കൊണ്ടെത്തിക്കും, എത്തിച്ചിരിക്കും. അതിനുള്ള വഴി എന്താന്ന് എനിക്കറിയാം. ഓ പോളെ